ദൈവത്തിന് മഹത്വം. നമ്മുടെ പ്രതിദിന ആഹാരം ഡിസംബർ 27. ഒരുമിച്ച് മിടിക്കുന്നു. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 1-ാം വാക്യം. സൃഷ്ടിയുടെ ഉദയം മുതൽ കഥകൾ മനുഷ്യനെ ആകർഷിച്ചിട്ടുണ്ട്. ലിഖിത ഭാഷ നിലനിൽക്കുന്നതിന് വളരെ മുമ്പ് തന്നെ അറിവ് കൈമാറുന്നതിനുള്ള ഒരു മാർഗമായി അവ പ്രവർത്തിച്ചിരുന്നു. ഒരു കഥ കേൾക്കുന്നതിനോ വായിക്കുന്നതിനോ ഉള്ള ആനന്ദം നമുക്കെല്ലാം അറിയാം. ഒരിടത്തൊരിടത്തെന്ന പോലെ തുടക്ക വരികൾ ഉടനടി നമ്മെ ആകർഷിക്കുന്നു. ഒരു കഥയുടെ ശക്തി കേവലം ആസ്വാദനത്തിനപ്പുറം വ്യാപിക്കുന്നതായി കാണാം. നമ്മൾ ഒരുമിച്ച് ഒരു കഥ കേൾക്കുമ്പോൾ നമ്മുടെ ഹൃദയമിടിപ്പുകൾ സമന്വയിപ്പിക്കുന്നതായി തോന്നുന്നു. ഒരു ദിവസത്തെ നമ്മുടെ വ്യക്തിഗത ഹൃദയമിടിപ്പുകൾ വ്യത്യാസപ്പെട്ടിരിക്കാമെങ്കിലും മറ്റൊരാളുടെ ഹൃദയമിടിപ്പുകൾ യാദൃശ്ചികമായി പൊരുത്തപ്പെടുമെങ്കിലും ഒരേ സമയം ഒരേ കഥ കേൾക്കുമ്പോൾ നമ്മുടെ ഹൃദയങ്ങളെല്ലാം ഒരേ താളത്തിലാകുമെന്ന് പുതിയ ഗവേഷണങ്ങൾ സൂചിപ്പിക്കുന്നു. ആദിയിൽ എന്ന വാക്കുകളോടെയാണ് ദൈവം തൻ്റെ കഥ നമ്മോട് പറയാൻ തുടങ്ങുന്നത്. ആദാമും ഹവ്വായും ആദ്യമായി ശ്വസിച്ച നിമിഷം മുതൽ നമ്മുടെ വ്യക്തിഗത ജീവിതത്തെ മാത്രമല്ല, ഒരു പക്ഷേ അതിലും പ്രധാനമായി തൻ്റെ മക്കൾ എന്ന നിലയിൽ നമ്മുടെ കൂട്ടായ ജീവിതത്തെയും രൂപപ്പെടുത്താൻ ദൈവം ആ ചുരുളഴിയുന്ന കഥ ഉപയോഗിച്ചു. ബൈബിളിലൂടെ ഇതുവരെ രേഖപ്പെടുത്തിയിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും മഹത്തായ സാങ്കല്പിക കഥ. യേശുവിൽ വിശ്വസിക്കുന്നവരും അവൻ്റെ ഉദ്ദേശങ്ങൾക്കായി വേർതിരിയപ്പെട്ടവരുമായ നമ്മുടെ ഹൃദയങ്ങൾ ഒന്നിച്ചു ചേരുന്നു. പ്രതികരണമായി രചയിതാവിൻ്റെ സർഗാത്മക സൃഷ്ടികളാൽ ആഹ്ലാദം കൊള്ളുന്ന നമ്മുടെ ഹൃദയങ്ങൾ പങ്കിട്ട താളത്തിൽ മിടിക്കട്ടെ. നമുക്ക് അവൻ്റെ കഥ മറ്റുള്ളവരുമായി പങ്കുവെക്കാം. ജാതികളുടെ ഇടയിൽ അവൻ്റെ മഹത്വവും സകല വംശങ്ങളുടെയും ഇടയിൽ അവൻ്റെ അത്ഭുതങ്ങളും പ്രഖ്യാപിച്ചുകൊണ്ട് അവരെയും അതിൻ്റെ ഭാഗമാക്കാൻ ക്ഷണിക്കാം. ചിന്തിക്കുക, ബൈബിളിലെ ഏത് ഭാഗമാണ് നിങ്ങളെ ഏറ്റവും ആകർഷിക്കുന്നത്? നിങ്ങൾക്ക് ഇത് ആരുമായി ഇന്ന് പങ്കിടാനാകും? ദൈവത്തിന് മഹത്വം.